സോഷ്യൽ മൈൻഡ് റൗണ്ടിലെ പെർഫോമൻസിനായി വേദിയിൽ എത്തുന്നു ദ ലവ്ലി ടീനു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ്. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെയും. ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആ വ്യക്തിയിൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന കുടുംബം, അല്ലെങ്കിൽ ആ വ്യക്തി നിൽക്കുന്ന സൊസൈറ്റി, അതിലെല്ലാം ആ ഉയർച്ചയെ അത് കാണിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന കുടുംബശ്രീ അല്ലെങ്കിൽ സ്ത്രീ ശക്തി, അതിലെല്ലാം സ്ത്രീകൾ കുടുംബം നോക്കുക മാത്രമല്ല, അതിലൊരു വരുമാനം കണ്ടെത്തുകയും അതിലുള്ള ഫണ്ട് അവർക്കും പ്രയോജനപ്പെടുത്തും, അതുപോലെ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തും വിധം അവരത് യൂട്ടിലൈസ് ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം കാണിക്കുന്നുണ്ട്. അതിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കർഷകരായിട്ട് എന്തെങ്കിലും എന്താ പറയുക അഗ്രികൾച്ചർ ലെവലിൽ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടുന്നുണ്ട്, ആ നാടിനും അത് പ്രയോജനപ്പെടുന്നുണ്ട്. പിന്നെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരുടെ വരുമാനം അവർക്ക് എന്തിനെ തീരുമാനിക്കണം, ഇനി എന്ത് ചെയ്യണമെന്നത് തീരുമാനിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ എൻ്റെ പാർട്ട്ണർ എന്തിനു വേണ്ടിയാണ് ആ വരുമാനം യൂട്ടിലൈസ് ചെയ്യുന്നതെന്നും അത് മറ്റാൾ അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു കൂടുതലായി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ കടം അല്ലെങ്കിൽ ലോൺ, അതിലൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഈ ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ സ്വന്തം പ്രോപ്പർട്ടി തന്നെ അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ ആ പ്രോപ്പർട്ടിയിലുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, ആ സാമ്പത്തികമായ സ്വാതന്ത്ര്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ എന്ന നിലയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒരു വരും തലമുറയ്ക്ക് അത് നല്ലതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സമാധാനപരമായ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി അത് നടക്കും, അത് ശരിയാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ടീന. ടീനയ്ക്ക് എന്നെ തോന്നുന്നു? അല്ലെ വെറുതെ ചോദിച്ചതാ. എന്നാലോ എല്ലാ പ്രാവശ്യവും നമ്മൾ ജഡ്ജസ് ആദ്യം തന്നെ കയറി പറയും. അപ്പൊ ടീനയ്ക്ക് എന്ത് തോന്നുന്നു? ടീനയുടെ പോയിന്റ്സ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി കുറച്ചുകൂടെ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് നമ്മുടെ ജഡ്ജസ് കിടക്കും. അതിനു മുമ്പ് നമുക്ക് ഒരു സ്മോൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ അതിനെ കൂടെ വരുത്താൻ. I'll start with you, doctor. ടീന, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊച്ചു ചോദ്യം. 2 കോർപ്പറേറ്റ് പ്രൊഫഷണൽസ്, 2 പേർക്കും ജോലി, വിവാഹം കഴിഞ്ഞു, വിവാഹ ജീവിതത്തിൽ തുടരുന്നു. അപ്പോൾ ഭർത്താവ് ആവശ്യപ്പെടുകയാണ്, 2 പേർക്ക് 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ സാലറി ഉണ്ടെന്ന് കരുതട്ടെ. ഭർത്താവ് ആവശ്യപ്പെടുന്നു, നിൻ്റെ എല്ലാ ഫുൾ സാലറിയും എൻ്റെ കയ്യിൽ തരണം, എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണം, കാരണം കുടുംബനാഥൻ ഞാനാണ്, നീ എൻ്റെ ഭാര്യയാണ്, ഞാനാണ് പൈസ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ആവശ്യം വരികയാണെങ്കിൽ അത് ടീനയുടെ പശ്ചാത്തലത്തിലോ ടീനയുടെ ഫ്രണ്ടിൻ്റെ പശ്ചാത്തലത്തിലോ ആയിക്കോട്ടെ, ടീന എന്ത് ചെയ്യും? ഒരു തരത്തിൽ പറഞ്ഞ ഇതൊരു സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലായ്മയാണ്. എനിക്ക് കിട്ടുന്ന ശമ്പളം ഹസ്ബൻഡിൽ കൊടുക്കുക പറഞ്ഞാൽ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കഷൻ നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് അദ്ദേഹം ഡിസ്കഷൻ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനാണ് കാര്യങ്ങൾ, നിനക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ചോദിച്ചോണം, എന്തെങ്കിലും ബാഗോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ മാസാമാസം ഞാനത് തരും. അപ്പോൾ ഇതാണ് ഒരു പശ്ചാത്തലം. ഇതിൽ സിറ്റുവേഷനിൽ ഒരു അഡീഷണൽ പോയിന്റോട് ഞാൻ തന്ന സ്ഥിതിക്ക് അത് കുടുംബബന്ധം തകരാറാവാത്ത വിധം നോക്കി എന്ത് ചെയ്യാൻ പറ്റും? ടീന കൊടുക്കുവോ? ഫസ്റ്റ്ലി ആദ്യത്തെ ചോദ്യം, ടീന ഇത് സമ്മതിക്കുവോ? ഞാൻ സമ്മതിക്കും, കൊടുക്കും, കുഴപ്പമില്ല. പിന്നെ എനിക്കിപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് അറിയാം എനിക്ക് എന്താ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കിനി എന്താണ് ആവശ്യം എന്നൊക്കെ അറിയാം. അതുകൊണ്ട് ആൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ടീനയുടെ സിറ്റുവേഷൻ അല്ല നമ്മൾ പറയുന്നത്. ടീനയുടെ സിറ്റുവേഷൻ വെച്ച് ടീനയ്ക്ക് ഇപ്പോൾ സാലറി ഇല്ല, ഹാപ്പിയാണ്, ജോലി ചെയ്യുന്ന ആ പോയിന്റ് അല്ല, ഇത് പോയിന്റിലേക്ക് വരൂ. ടീന ഇപ്പൊ ഒരു വർക്കിംഗ് വുമൺ ആണെന്ന് വിചാരിക്കൂ. ടീനയ്ക്ക് 1 ലക്ഷം ശമ്പളം, ഭർത്താവിന് 1 ലക്ഷം ശമ്പളം. എല്ലാ മാസവും ഈ ശമ്പളം ടീന ഭർത്താവിന് കൊടുക്കണം. എന്ത് വേണമെങ്കിലും ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്ത് വേണമെങ്കിലും, പച്ചക്കറി വാങ്ങിക്കൽ തൊട്ട് ചെരുപ്പ്, ബാഗ്, ലിപ്സ്റ്റിക്, വാട്ട് എവർ, സ്വർണം,
അങ്ങനത്തെ ഒരു ലൈഫ്, അങ്ങനത്തെ ഒരു ഇതിൽ ടീന ഓക്കെ ആണോ, അതോ ടീനയ്ക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി വല്ലതും ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ടീനയുടെ സാലറി ആണ് എന്ന് മറക്കരുത്. അല്ല, അതിന് എനിക്ക് ഓക്കെ അല്ല. എൻ്റെ എല്ലാം ചോദിച്ച് ചെയ്യുമ്പോൾ അതൊരു തരം നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുണ്ടാവുമല്ലോ. അപ്പൊ അതെങ്ങനെ തരണം ചെയ്യും എന്നൊരു ആൻസർ വേണോ, അതോ അല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല മാനേജ് ചെയ്യും? ചേട്ടാ യെസ് ടീന, ഏതാണ്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ചുകൂടി സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞാൻ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് ഒരു 1,00,000 രൂപ ടീനയ്ക്ക് തരുന്നു. 1,00,000 രൂപ. ഞാനിവിടെ ഉണ്ട്. ആൻഡ് വാട്ട് വിൽ യു ഡു വിത്ത് ദാറ്റ് മണി? അതാണ്. 1,00,000 കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുറച്ച് എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കും. എങ്ങനെ? ഇപ്പം എനിക്കറിയാം, ഇപ്പം എത്ര നമുക്ക് അറിയാലോ, ഇപ്പം കാണുമ്പോൾ അവർക്ക് ആ സഹായം ആവശ്യമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് അത് ഉപകരിക്കുമെന്ന് കരുതുകയാണെങ്കിൽ ഞാനത് ചെയ്യാനായിട്ട് വില്ലിങ് ആണ്. പിന്നെ എൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ മണിയോട് അത്ര വലിയൊരു മണിയോടല്ലെങ്കിലും ഇപ്പം മണി കൊണ്ട് വാങ്ങിയാൽ കിട്ടാവുന്ന ചില സാധനങ്ങളോട് നമുക്കൊരു ഇത് തോന്നുമല്ലോ. അല്ലേ? അങ്ങനെയുണ്ട് ഡ്രസ്സിനോട്. ഡ്രസ്സ്, അത് പറയൂ. അപ്പൊ കുറച്ചൊക്കെ ഞാൻ എടുക്കും. നേരത്തെ പറഞ്ഞാ പോരെ, ഒരു മടി പറയാൻ. കുറച്ച് ഞാൻ എടുക്കും, കുറച്ച് കൊടുക്കും. അത് നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. ചേച്ചി ടീന ചേച്ചി ടീന ഹൗസ് വൈഫാണ്, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ടീനയുടെ കയ്യിൽ ഹസ്ബൻഡ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കാശ് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഡു യു ഹാവ് കൺട്രോൾ ഇൻ സ്പെൻഡിങ് എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് സേവിങ് മെൻറ്റാലിറ്റി അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ ആദ്യം ഒരു പ്ലാൻ ചെയ്യും. മീൻസ് നമുക്ക് ഇപ്പോൾ ഇത്ര ഒരു മാസത്തിൽ വരുന്ന ഒരു ചിലവ് അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനതൊരു പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞ് അതൊന്ന് സേവ് ചെയ്യാൻ കിട്ടാറുണ്ട്. സേവ് ചെയ്യാൻ പറ്റുന്ന ഞാൻ സേവ് ചെയ്യാറുണ്ട്. അത് ഈസ് ഇറ്റ് വിത്ത് നോളജ്? ഹസ്ബൻഡിന് അറിയാമോ അങ്ങനെ? അറിയാം. ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. ഓക്കെ സറ്റീന, നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള ടീനയുടെ അഭിപ്രായങ്ങളും കേട്ടു, കുറച്ച് ജഡ്ജസ് ചോദിച്ചപ്പോൾ ഒപ്പീനിയൻസും കേട്ടു. ഇനി നമ്മൾ ഒരു അനാലിസിസിലേക്ക് കടക്കാൻ പോവാണ്. മുരളിച്ചേട്ടാ, അനാലിസിസ് പ്ലീസ്. യെസ് ടീന, ആക്ച്വലി ഞാൻ എൻ്റെ എഞ്ചിനീയറോടൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ ടീന വന്നിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒന്ന് കേട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ ഗ്രൂമിങ് സർക്കിളിൽ ചെയ്തതിൻ്റെ പകുതി വന്നില്ല. ഇവിടെ വന്നോ? ഇല്ല. അതെന്താന്ന് വെച്ചാൽ അവിടെ പറയുമ്പോൾ ആക്ച്വലി തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു ടീനയാണ് അവിടെ സംസാരിച്ചത്. ഞാൻ തന്ന 4 വിഷയങ്ങളിലും സംസാരിച്ചത് വളരെ വൃത്തിയായി, വിത്ത് ലോട്ട് ഓഫ് ജോക്സ്. ഇവർ വിശ്വസിക്കും തോന്നുന്നില്ല എനിക്കിപ്പോൾ. അത് സംസാരിച്ചത് ശരിക്കും ആ തൃശ്ശൂർ കുന്നംകുളം ഭാഗത്തു നിന്ന് വരുന്ന ഒരു നല്ല ഒരു തൃശ്ശൂർക്കാരുടെ ഒരു ലാംഗ്വേജിലാണ് അത് പറഞ്ഞത് മുഴുവനും. അതിവിടെ മിസ് ചെയ്തു ആ എലമെൻറ്റ്, വിച്ച് ഇസ് യു ആക്ച്വലി. ഇവിടെ മറ്റൊന്നാവാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. യു ജസ്റ്റ് ബി യുവർ സെൽഫ് ആൻഡ് ടോക്ക്. അതാണ് നമ്മളിതിൽ അതാണ് ഏറ്റവും ശക്തം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ക്ലാരിറ്റി കുറവായിരുന്നു ടീന. സബ്ജക്റ്റിൻ്റെ ക്ലാരിറ്റി, നമ്മൾ തന്ന സബ്ജക്റ്റിൻ്റെ ക്ലാരിറ്റി കുറവായിരുന്നു. അത് രാജ്യത്തിൻ്റെ ഒരു മൊത്തം പ്രശ്നമായി മാറി, പിന്നെ അത് കുടുംബശ്രീയുടെ പ്രശ്നമായി മാറി. സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു കുടുംബത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന അതിൻ്റെ ഒരു ഇതാണ് ചോദിച്ചത്. പക്ഷെ അതിലേക്ക് വേണ്ട വിധം വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ്. കുറച്ചുകൂടി നന്നാക്കായിരുന്നു. മേ ബി നെക്സ്റ്റ് ടൈം നമുക്ക് കുറെ കൂടിയൊക്കെ നന്നാക്കാം കേട്ടോ. ഓക്കെ. ഞാൻ പറയേണ്ട ഒരു അനാലിസിസിൻ്റെ ആദ്യ ഭാഗം മുരളിച്ചേട്ടൻ പറഞ്ഞു നന്നാക്കാമായിരുന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാനത് പറയുന്നില്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ കുറച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടിപ്പോയാലും കുത്തഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞൊരു തലം, അത് വളരെ പോസിറ്റീവായൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നി, കുറച്ചുകൂടി വ്യത്യസ്തമായ പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. ഒന്നെനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ മസ്റ്റായിട്ട് ടീനയെ അറിഞ്ഞിരിക്കണം. ഞാൻ ചോദിച്ച ചോദ്യത്തിനകത്ത് ഈ ഒരു ഇഷ്യൂ ഭർത്താവും ഭാര്യയും തമ്മിൽ കോമൺ ആയിട്ട് അല്ലേ ആ പണം എനിക്ക് തരണം എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വളരെ കാര്യമായിട്ട് ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ കോർപ്പറേറ്റ് പ്രൊഫഷണൽസിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം ഇതാണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും ചിന്തിച്ച് കണ്ടില്ല. അതിന് സജഷൻ നമുക്ക് കുറയാറുള്ള ഒരു കോമൺ അക്കൗണ്ടാണ്, 2 പേർക്ക് ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു കോമൺ അക്കൗണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ഭർത്താവ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാര്യ പൂർണ്ണമായിട്ടോ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോബ്ലം പലപ്പോഴും വന്നു പോകാറുണ്ട്.
ഇതിൻ്റെ മറ്റൊരു തലം, നമ്മൾ പ്രോപ്പറായ രീതിയിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നടത്തിയില്ലെങ്കിൽ പണം എവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചർച്ച ചെയ്യാതെ പോകുന്ന കുടുംബങ്ങളാണെങ്കിൽ നാച്ചുറലായിട്ട് ആരെങ്കിലും ഒരാൾ കടം വരുത്തി വെച്ചുകൊണ്ടിരിക്കും. മിക്കവാറും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നയാൾ കടം വരുത്തി വെച്ചുകൊണ്ടിരിക്കും. ആ ഒരു പോയിന്റിലേക്കും ആ ഒരു തലങ്ങളിലേക്കും ഒരു കടം എന്നെന്തൊരു വാക്കിടയ്ക്ക് പറഞ്ഞിരുന്നു, കുറച്ചൊക്കെ പോകാനായിട്ടാണ് സാധിച്ചുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാന തലം എന്ന് പറയുന്നത് വെച്ചാൽ പരസ്പരമുള്ള ബഹുമാനവും ഈ പണം എന്തിന് എന്നുള്ളതും, സേവിങ്ങിൻ്റെ തലം എന്തുമാത്രം വേണം, ചിലവ് ചെയ്യേണ്ടത് എത്രമാത്രം വേണം. മുരളിച്ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് ആ 1 ലക്ഷം രൂപയുടെ കാര്യത്തിൽ വ്യക്തമായ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ടീനയുടെ മറ്റാരും ഒക്കെയാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത്. ഉത്തരവാദിത്തപ്പെട്ട സ്ത്രീ എന്ന നിലയിൽ ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പിടിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവട്ടെ. ഓക്കെ, ബെസ്റ്റ് വിഷയം. സിതാര ചേച്ചി, ടീനയുടെ ഞാൻ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ടീന കുറേ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. ആ 2 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ അഗ്രികൾച്ചർ ഇതിലേക്ക് പോയി, കുടുംബശ്രീയിലേക്ക് പോയി, പിന്നെ വീട്ടിൻ്റെ ഇതിലേക്ക് വന്നു. ഓരോന്ന് പറയുമ്പോഴും അതിൽ ആ ഒരു പൂർണ്ണതയില്ലായിരുന്നു, ഒരു വ്യക്തത വന്നില്ല. അതാണ് പറ്റിപ്പോയത്. ആൻഡ് മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ യു ഷുഡ് ഹാവ് ബീൻ യുവർ സെൽഫ്. ടീന തന്നെ ആവണമായിരുന്നു. അതിനെ ഇങ്ങനെ കുറച്ചൊരു ലിറ്ററി ആയിട്ട് ഇങ്ങനെ പറയാൻ പോയപ്പോഴാണ്, ആ കൊളോക്കിയലായിട്ട് സാധാരണ സംസാരിക്കുന്ന പോലെ ഒരു ഇത് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾക്ക് വ്യക്തത വന്നേനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഓക്കെ ടീന.